എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആണ്ട് ചോതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചോതി നക്ഷത്ര ജാതകർക്ക് 2025 ഭൂരിഭാഗം സമയവും ഗുണപ്രദങ്ങളാണ്. എന്നാൽ 2025 അവസാന ഘട്ടം അല്പം ദോഷം ആയിരിക്കും. ജനുവരി മാസം വളരെ മെച്ചപ്പെട്ട അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാകുന്നതായിരിക്കും. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിലോ ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. താൽക്കാലികമായി ഏതെങ്കിലും മേഖലയിൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയൊക്കെ സ്ഥിരമാകുന്നത് ആയിരിക്കും. അതുപോലെ കേസുകളൊക്കെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഈ ജനുവരി മാസത്തിൽ അതിനൊക്കെ അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി സംബന്ധമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ സാമ്പത്തികമായും 2025 ജനുവരി മാസം ഗുണപ്രദമായ സമയം തന്നെയാണ്. ഫെബ്രുവരി മാസത്തിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ യാത്രകളിൽ അല്പം ചെലവുകളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ സ്വന്തം വീട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായേക്കാം. ഈ സമയത്തൊക്കെ പലവിധ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വാഹന ഉപയോഗമൊക്കെ ഫെബ്രുവരി മാസത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക നില അത്ര ഗുണകരമായിരിക്കില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. മാർച്ച് മാസം പൊതുവെ ഗുണപ്രദമായിരിക്കും. ആരോഗ്യപരമായ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ മാർച്ച് മാസത്തിൽ മാറുന്നതാണ്. തൊഴിൽ സംബന്ധമായും ഗുണകരമായ സമയമാണ്. സാമ്പത്തികം ഒക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. കുടുംബ ബന്ധങ്ങളും ഈ സമയം അനുകൂലമായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സന്താനങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ. ഏപ്രിൽ മാസവും അനുഗ്രഹീതമായ മാസം തന്നെയായിരിക്കും. തൊഴിൽപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാകുന്നതാണ്. പെട്ടെന്നുള്ള എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. ജോലിയൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന നക്ഷത്രക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സർക്കാർ സംബന്ധമായ എന്തെങ്കിലും നിയമനമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ നിയമനത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമൊക്കെ ഈ ഏപ്രിൽ മാസം ഉണ്ടായേക്കാം. മെയ് മാസത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗം വരെയൊക്കെ വളരെ ഗുണപ്രദമായ സമയം തന്നെയാണ്. മധ്യഭാഗത്തിന് ശേഷം അല്പം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയതായി വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിവാഹത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ സർക്കാർ സംബന്ധമായ PSC നിയമനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ മെയ് മാസത്തിൽ നിയമനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുതിയ വാഹനമൊക്കെ മാറ്റി പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനുള്ള അവസരങ്ങളൊക്കെ കൈവരുന്നതാണ്. എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അല്പം ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ജൂൺ മാസത്തിൻ്റെ ആദ്യ ഭാഗം അല്പം ദുരിതവും ശേഷം ഗുണപ്രദവുമായിരിക്കും. ജൂൺ മാസത്തിൻ്റെ ആദ്യ സമയത്ത് അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടാം. എന്നാൽ ഏറ്റെടുത്ത പ്രവർത്തികളൊക്കെ വളരെ കരുതലോടും ഉത്തരവാദിത്വത്തോടും ഒക്കെ കൂടി നിർവഹിക്കാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിനുള്ള എല്ലാ വഴികളും തുറന്നു വരുന്നതാണ്. പുതിയ കോഴ്സിനുള്ള അഡ്മിഷനൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ പഠന മികവിനൊക്കെ എന്തെങ്കിലും പുരസ്കാരങ്ങൾ ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ സമയം തന്നെയാണ് ജൂൺ മാസം. ജൂലൈ മാസം ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമായ മാസമായിരിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനാഗമന എന്തെങ്കിലും ഉണ്ടായേക്കാം അപ്രതീക്ഷിതമായി. അതുപോലെ തൊഴിൽ രംഗത്ത് വളരെ അധികം അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായും കുടുംബപരമായും ഒക്കെ തൃപ്തികരമാകുന്ന സമയമാണ് ജൂലൈ മാസം. എന്നാൽ ചില യാത്രകളൊക്കെ ഈ സമയത്ത് ജൂലൈ മാസം ഉണ്ടായേക്കാം. പക്ഷേ വിദ്യാർത്ഥികൾക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ
പ്രവർത്തിക്കാൻ ഒരു അനുകൂല സമയം ആയിരിക്കില്ല ജൂലൈ മാസം. അതുകൊണ്ട് ജൂലൈ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ്. ആഗസ്റ്റ് മാസം ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ശാന്തിയും സമാധാനവും ഒക്കെ കൈവരുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസം നല്ല സമയം തന്നെയാണ്. അതുപോലെ എന്തെങ്കിലും സ്വയം തൊഴിലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം നല്ല സമയം തന്നെയാണ്. വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗസ്റ്റ് മാസം അതിനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കാം. വീട്ടിൽ സ്വസ്ഥത, സമാധാനം, ശാന്തി ഒക്കെ ഈ ആഗസ്റ്റ് മാസം ഉണ്ടാകുന്നതാണ്. പിന്നെ പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വസ്തുവൊക്കെ വാങ്ങി വീട് നിർമ്മിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പലവിധ അഭിവൃദ്ധികളും ഒക്കെ ലഭിക്കാൻ ആഗസ്റ്റ് മാസത്തിൽ യോഗമുണ്ട്. സെപ്റ്റംബർ മാസം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിനുള്ള പ്രവേശന സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അധ്യാപകർക്കും നല്ല സമയം തന്നെയാണ്. അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ജോലിക്കുള്ള നിയമനമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ PSC ഒക്കെ നിയമനം ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ PSCക്കുള്ള നിയമനങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി എന്തെങ്കിലും നിയമനങ്ങളൊക്കെ ലഭിക്കുകയോ ചെയ്യാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് സെപ്റ്റംബർ മാസം. വിവാഹ ആലോചനകളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക്. അതുപോലെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താനും സെപ്റ്റംബർ മാസത്തിൽ സാധിക്കുന്നതാണ്. അതുപോലെ പുതിയ വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസം വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഒക്ടോബർ മാസം എന്നാൽ അത്ര തൃപ്തികരമായ ഒരു മാസമായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ ആരോഗ്യപരമായി എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പനി അതുപോലുള്ള പകർച്ചവ്യാധികളൊക്കെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുപോലെ വയറ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒക്ടോബർ മാസത്തിൽ ഉണ്ടായേക്കാം. അതുപോലെ കാല് സംബന്ധമായ മുട്ടുവേദന, കാലിന് വേദന ഒക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യത്തിൽ ഒക്ടോബർ മാസം നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുപോലെ ഏത് രംഗത്താണെങ്കിലും, തൊഴിൽ രംഗത്താണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും എല്ലാം ഒരു മന്ദത അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഒക്ടോബർ മാസം. അതുകൊണ്ട് ഒക്ടോബർ മാസം അല്പം കാര്യമായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. നവംബർ മാസത്തിൻ്റെ ആദ്യ ഭാഗം അല്പം തൃപ്തികരമല്ലെങ്കിലും ശേഷം വളരെയധികം ഗുണകരമായ സമയമാണ്. കച്ചവടക്കാർക്കൊക്കെ ഈ ആദ്യ സമയത്തൊക്കെ പലവിധ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ എന്തെങ്കിലും സർക്കാർ നടപടികൾക്കൊക്കെ വിധേയരാകേണ്ടി വരുന്നതാണ്. പോലീസ് കേസുകൾ പോലീസ് കേസുകളിൽ നിന്ന് ഭീഷണിയൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നവംബർ മാസത്തിൻ്റെ മധ്യഭാഗം ത്തിന് ശേഷം ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ ഭദ്രതയൊക്കെ കൈവരുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ ഉന്നതി ഉണ്ടാകുന്നതാണ്. ഡിസംബർ മാസം ചോതി നക്ഷത്ര ജാതകർക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഡിസംബർ മാസം. അതുപോലെ ചിട്ടയായ പ്ലാനോട് കൂടിയുള്ള എന്തെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയാണെങ്കിൽ അതൊക്കെ നടന്നു പോകുന്നതാണ്. അതുപോലെ പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും സഹായഹസ്തങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി ഗുണകരമായ സമയമാണ്. തൊഴിൽ സ്ഥലത്തും ശാന്തിയും സമാധാനവും ഒക്കെ കൈവരുന്നതാണ്. അതുപോലെ പുതിയ ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തെ ഭൂമി വാങ്ങുന്നതിനുള്ള ആഗ്രഹമൊക്കെ നടപ്പാകുന്നതാണ്. എന്നാൽ ഈ സമയത്ത് ഉയർന്ന സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദം പലപ്പോഴും പല പരാജയങ്ങൾക്കും കാരണവും ആയേക്കാം. ഇതാണ് നിങ്ങളുടെ ഡിസംബർ മാസത്തെ ഫലം. 2025 ചോതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.